ആർ.ജി. നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ.ജി. നായർ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിക്കും എന്നത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒന്നാണ്. അത് ഏത് സമയത്ത് എപ്പോൾ എവിടെ എന്നൊന്നും നമുക്ക് അനുമാനിക്കാനാവില്ല. എങ്കിലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഈ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനല്ലേ സാധ്യത? ഇത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മിലിറ്ററിലി ആയിരിക്കും. അതുകൊണ്ട് അതിനകത്ത് സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് അവർക്കൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തൊട്ട് കളിച്ചാൽ കൈപൊള്ളും എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുക. അത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇന്നലകളുടെ ചരിത്രമാകണമെന്നില്ല അല്ലേ? അതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്. ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നീക്കങ്ങളിൽ ഒരടി കൊടുത്തിട്ട് അവന് മനസ്സിലായില്ലെങ്കിൽ 2-3 അടി കൊടുക്കേണ്ടത് അത്രേ ഉള്ളൂ. യെസ്, ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കിയത് 36 മണിക്കൂറിനകം ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതൊക്കെ ഒരു പക്ഷേ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങളാകാം. അങ്ങനെ ആകണമെന്നില്ല എങ്കിൽ പോലും ആ ആക്രമണത്തെ അതെ അതെ എന്റെ സംശയം ഒരുപക്ഷെ ഈ വലിയ തോതിലുള്ള ഒരു പ്രഹരം ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണോ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു സ്ഥലത്തായിരിക്കില്ല, ഒന്നിച്ച് 2-3 സ്ഥലത്താകാനാണ് സാധ്യത. തെറ്റാം, ശരിയാവാം, തെറ്റാവാം. എന്റെ ഊഹം അതാണ്, എന്റെ കാൽക്കുലേഷൻ അതാണ്. ഞാനാണ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. യെസ്, ഒപ്പം ഈ തീവ്രവാദ സംഘങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് നമുക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ കൂടെ അവരെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് അവര് പറയിടായിരിക്കും. തീർച്ചയായും ഇപ്പോൾ ഈ ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ടതില്ലല്ലോ? ഒരു പക്ഷേ ഈ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന്റെ കണ്ടീഷൻസ് ഒന്നും നമ്മളെ ബാധകമാവില്ലല്ലോ. യെസ്, അതാണ് ഞാൻ ചോദിച്ചത്. അതെ, പാകിസ്ഥാൻ തന്നെയാണല്ലോ ഇപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിലായിരിക്കും അതിന്റെ ബാധ്യത. യെസ്, വളരെ നന്ദി ശ്രീ ആർ.ജി. നായർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കേണൽ ആർ.ജി. നായർ ആണ് സംസാരിച്ചത്.